നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. മാന്യപ്രേക്ഷകർക്ക് ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക്. ജലഗതാഗത വകുപ്പിന്റെ യാത്രാ ബോട്ടുകൾ അധികൃതരുടെ അനാസ്ഥയിൽ നശിക്കുന്നു. അവകാശവാദങ്ങൾ മാത്രം ബാക്കി, എങ്ങുമെത്താതെ കുട്ടനാട് പാക്കേജ്. ദൈവപുത്രന്റെ മഹത്വം വിളിച്ചോതി ഞായറാഴ്ച ഈസ്റ്റർ. വാർത്തകൾ വിശദമായി. ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾ നശിക്കുന്നു. വകുപ്പിന് പറയുവാൻ കോടികളുടെ നഷ്ടക്കണക്കുകൾ മാത്രം. ആലപ്പുഴ ബോട്ട് ജെട്ടിയിലും ഡോക്കിലും അന്ത്യശ്വാസം വലിച്ചു 100 കണക്കിന് ബോട്ടുകൾ. ജലഗതാഗത വകുപ്പിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാൻ സർക്കാർ ബുദ്ധിമുട്ടുന്നു. എന്നാൽ വകുപ്പിന്റെ 100 കണക്കിന് ബോട്ടുകളാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നത്. വകുപ്പിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകുവാനുള്ള തുക പോലും സർവീസിലൂടെ ലഭിക്കുന്നില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വളരെയധികം ആഘോഷപൂർവ്വം കുട്ടനാട്ടിലെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുവാൻ വേണ്ടി വകുപ്പിറക്കിയ സി കുട്ടനാട് ബോട്ടുകളുടെ അവസ്ഥ ദയനീയമാണ്. ആലപ്പുഴയിൽ സി കുട്ടനാടിന്റെ 2 ബോട്ടുകളാണ് സർവീസ് നടത്തിയിരുന്നത്. 6 മാസത്തിന് ശേഷം ഒരു ബോട്ട് ചലിച്ചിട്ടില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത്. ഒരു ഭാഗത്ത് ബോട്ടുകൾ നശിക്കുമ്പോൾ ഒരു ഭാഗത്ത് ബോട്ടുകൾ മുടങ്ങുന്നതുകൊണ്ട് യാത്രക്കാർ ദുരിതമനുഭവിക്കേണ്ട അവസ്ഥയാണ്. അധികം പഴക്കമില്ലാത്ത യാത്രാ ബോട്ടുകൾക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചാൽ വകുപ്പ് തിരിഞ്ഞു നോക്കാറില്ല. കാവാലം, ചങ്ങനാശ്ശേരി, നെടുമുടി, കൈനഗിരി, കാഞ്ഞിരം, കോട്ടയം, കാവാലം, കൃഷ്ണപുരം, പായിപ്പാട് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ബോട്ടുകൾ വളരെയധികം കാലപ്പഴക്കം ചെന്നതാണ്. ഇത്തരം ബോട്ടുകൾ കേടായി കായലിൽ കൂടി ഒഴുകി നടക്കുന്നത് സ്ഥിരം കാഴ്ചയാണ്. ജലഗതാഗത വകുപ്പിലെ ബോട്ടുകളിൽ യാത്ര ചെയ്യുന്നവർ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ്. പുതിയ തരം ബോട്ടുകൾ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് പഴയ ബോട്ടുകൾ സർവീസിനായി ഉപയോഗിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് യാത്രക്കാർ കാണുന്നത്. കൃഷ്ണപുരം, കാവാലം, കൈനഗിരി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പൊടുന്നനെ സർവീസ് കട്ടാക്കുന്ന പ്രവർത്തനവും വകുപ്പ് ചെയ്യുന്നു. ജീവനക്കാരുടെ ഭാഗത്തു നിന്നും വളരെ മോശമായ പ്രവർത്തനങ്ങളാണ് അടിക്കടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഡ്യൂട്ടിക്കിടയിൽ പോലും ഉദ്യോഗസ്ഥർ മദ്യപിക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കിടന്ന് നട്ടം തിരിയുന്ന വകുപ്പ് നിസ്സാരം പഴക്കമുള്ള കോടിക്കണക്കിന് വിലമതിക്കുന്ന യന്ത്രബോട്ടുകൾ സംരക്ഷിക്കാത്തത് ദുരൂഹത ഉളവാക്കുന്നു. കോടിക്കണക്കിന് തുക മുടക്കിയാണ് സ്റ്റീൽ ബോട്ടുകൾ ഇറക്കിയത്. ആദ്യ കുറെ നാൾ ഇവ സർവീസ് നടത്തിയെങ്കിലും ഇപ്പോൾ ഭൂരിഭാഗം സ്റ്റീൽ ബോട്ടുകളും ആലപ്പുഴ ബോട്ട് ജെട്ടിക്ക് സമീപം പാതി മുങ്ങിയ അവസ്ഥയിലാണ്. എന്തൊക്കെയായാലും വകുപ്പ് ഉദ്യോഗസ്ഥർ നന്നാകില്ലെന്നാണ് യാത്രക്കാരും നാട്ടുകാരും അഭിപ്രായപ്പെടുന്നത്. കുട്ടനാട് പാക്കേജിന് 6 വയസ്സ് തികയാൻ 2 മാസം മാത്രം ബാക്കി. എങ്കിലും കുട്ടനാട്ടുകാർ അടുത്ത വെള്ളപ്പൊക്കത്തിലും വെള്ളത്തിൽ തന്നെ. ഓരോ രാഷ്ട്രീയ പാർട്ടികളിലെ സ്ഥാനാർത്ഥികളും നിരവധി അവകാശവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടും കുട്ടനാട് പാക്കേജ് തുടങ്ങിയവിടെ തന്നെ നിൽക്കുന്നു. ഒരു ജനവിഭാഗത്തിന്റെ സ്വപ്നങ്ങളെ തന്നെയാണ് ഇവിടെ തകിടം മറിക്കുന്നത്. പാക്കേജിലെ അപാകതകൾ എതിർത്തുകൊണ്ട് നിരവധി പ്രമുഖർ തന്നെ രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ കുട്ടനാട് പാക്കേജ് അഴിമതിയുടെ പാക്കേജായി മാറിയിരിക്കുകയാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാവാലം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ആവശ്യമില്ലാതെ ബണ്ടുകൾ പണിയുകയാണെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് AC കനാൽ തുറക്കുവാനുള്ള പ്രവർത്തനം ആരംഭിച്ചത്. ഈ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം ആരംഭിച്ചെങ്കിലും വിവാദങ്ങൾക്കാണ് ഇത് വഴിവെച്ചിരിക്കുന്നത്. AC കനാലിലെ പുറംബണ്ട് നിർമ്മാണത്തിൽ അപാകതകൾ മാത്രമാണുള്ളത്. പുറംബണ്ട് ബലപ്പെടുത്തുന്നത് പുതിയ കല്ലുകൾ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടതെന്ന് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ ഇത് പ്രാവർത്തികമാകുന്നില്ല. പഴയ കല്ലിന്റെ മുകൾ ഭാഗത്ത് പുതിയ കല്ല് അടുക്കിപ്പോവുകയാണ് ഇവർ ചെയ്യുന്നത്. എന്തെല്ലാം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായാലും ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത വെള്ളപ്പൊക്കത്തിലും കുട്ടനാട്ടുകാർ വെള്ളത്തിലായിരിക്കും. ദൈവമഹത്വത്തിന്റെ സന്ദേശം വിളിച്ചോതി ദൈവപുത്രന്റെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ സ്മരണയിൽ വീണ്ടും ഒരു ഈസ്റ്റർ കൂടി. മാനവരാശിയുടെ നന്മയ്ക്കായി പിറവിയെടുത്ത് മനുഷ്യന്റെ എല്ലാ പാപങ്ങളും ഏറ്റുവാങ്ങി മരക്കുരിശേറിയ ദൈവപുത്രന്റെ ഉയിർത്തെഴുന്നേൽപ്പ് എല്ലാ ക്രൈസ്തവ വിശ്വാസികളും പ്രാർത്ഥനകളോടെ ആഘോഷിക്കുന്നു. ഏത് തിന്മയുടെയും അവസാനത്തിൽ നന്മയുടെ വെളിച്ചം വീശാൻ കഴിയുന്ന ദൈവസ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈസ്റ്റർ. പാപം ചെയ്തവരുടെ കല്ലേറേറ്റ് വാങ്ങി കുരിശേറ്റപ്പെട്ടാലും നന്മയുടെ തിരുനാളം അണഞ്ഞുപോയില്ലെന്ന തിരിച്ചറിവാണ് ഈസ്റ്ററിന്റെ സന്ദേശമാവേണ്ടത്.
മനുഷ്യസ്നേഹമാണ് ദൈവത്തിലേക്കുള്ള ശരിയായ വഴിയെന്ന സത്യം ഓരോ ദേവാലയത്തിലും പ്രാർത്ഥനകളിലൂടെ ആയിരങ്ങൾ ഏറ്റുചൊല്ലുന്നു. ഈസ്റ്ററിനോടനുബന്ധിച്ച് വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. ഈസ്റ്ററിനോടനുബന്ധിച്ച് കുട്ടനാടൻ താറാവുകൾക്ക് പ്രിയമേറുന്നു, ഒപ്പം വിലയും കുതിക്കുന്നു. ഈസ്റ്റർ വിപണി ലക്ഷ്യമിട്ട് കുട്ടനാട്ടിൽ താറാവ് വിൽപ്പന പൊടിപൊടിക്കുകയാണ്. ഏകദേശം 150 പരം വിപണന കേന്ദ്രങ്ങളാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ ഉള്ളത്. AC റോഡിന്റെ വശങ്ങളിൽ മാത്രം 25ഓളം താറാവ് വിൽപ്പന കേന്ദ്രങ്ങളാണുള്ളത്. 300 മുതൽ 330 രൂപ വരെയാണ് വില. ജീവനോടെ വാങ്ങുന്നതിന് 300ഉം ഡ്രസ് ചെയ്യുന്നതിന് 330ഉം ആണ് വില. കഴിഞ്ഞ വർഷം 200ഉം 220 രൂപയും ഉണ്ടായിരുന്ന താറാവുകൾക്കാണ് ഇപ്പോൾ തൊട്ടാൽ പൊള്ളുന്ന വിലയായത്. കൂടാതെ മത്സ്യ വിപണന കേന്ദ്രങ്ങളും സജീവമാണ്. വാള, കരിമീൻ, കൊഞ്ച്, വരാൽ, കാരി തുടങ്ങിയ ഇനങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. വാള 1 കിലോയ്ക്ക് 450 രൂപയാണ് വില. കാരി 250ഉം കരിമീൻ 400 മുതൽ 450 വരെയും. കൊഞ്ചിന് വില 1000-ന് മുകളിലും. വരാലിന് 400 രൂപയാണ് വില. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയോളം വിലവർധനവാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. തന്മൂലം വിലവർധനവ് ഒരു പരിധിവരെയെങ്കിലും കുട്ടനാട്ടുകാരുടെ ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് മങ്ങലേൽപ്പിക്കും. സർക്കാർ ഓഫീസുകളിലെ ഫയലുകളുടെ സ്ഥാനത്ത് മൂർഖൻ പാമ്പ്. കൈനഗരി വടക്ക് വില്ലേജ് ഓഫീസിലാണ് ജനങ്ങളെയും ജീവനക്കാരെയും ഭീതിയിലാഴ്ത്തി ബിഷപ്പാമ്പിനെ കണ്ടെത്തിയത്. 3-4 ദിവസത്തെ നീണ്ട അവധികൾക്ക് ശേഷം ഒരു ചെറു ക്ഷീണത്തിൽ ഓഫീസിലെത്തി ഫയലുകൾ പരിശോധിക്കുന്നതിനിടയിലാണ് ഡെസ്കിന് സമീപത്ത് പത്തി വിടർത്തിക്കൊണ്ട് മൂർഖൻ പാമ്പ് ഓഫീസ് ജീവനക്കാരന് നേരെ വന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30-നായിരുന്നു സംഭവം. എന്തായാലും നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ ഹാജർ വെക്കാൻ ജീവനക്കാർ വന്നില്ലെങ്കിലും പകരം ഹാജർ വെക്കാൻ ആളായി. മിക്ക ഓഫീസുകളിലെയും അവസ്ഥ ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. എന്തായാലും ഇത്തരം സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാരെ ദൈവം രക്ഷിക്കട്ടെ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. പള്ളാത്തുരുത്തിയിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ കാർ കണ്ടെത്താനായില്ല. ആഡംബര കാറാണ് അപകടമുണ്ടാക്കിയതെന്ന സൂചന കിട്ടിയെങ്കിലും കാർ കണ്ടെത്താനാവാതെ വെള്ളം കുടിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. പള്ളാത്തുരുത്തി പാലത്തിലൂടെ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന സഹോദരങ്ങൾ കാറിടിച്ചു കൊല്ലപ്പെട്ടിട്ട് ഇന്ന് ഒരാഴ്ച തികഞ്ഞിരിക്കുന്നു. ഇതുവരെ അപകടമുണ്ടാക്കിയ ആഡംബര കാർ കണ്ടെത്തുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള കാറാണ് അപകടമുണ്ടാക്കിയതെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക നിഗമനം. ഇതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ പോലീസ് ഒഴിഞ്ഞു മാറുകയാണ്. അപകടമുണ്ടാക്കിയ കാർ കേരളത്തിലെ ഏതെങ്കിലും സർവീസ് സെന്ററിൽ കൊണ്ടുവരുമെന്നും അത് കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നതെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഷ്യം.
എത്ര അപകടങ്ങൾ ഉണ്ടായാലും നമ്മുടെ ഉദ്യോഗസ്ഥരുടെ കണ്ണ് തുറന്നു പ്രവർത്തിക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വേനൽ ചൂട് കൂടുന്നത് മൂലം കുട്ടനാട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും പച്ചക്കറി കൃഷികൾ വ്യാപകമായി കരിഞ്ഞുണങ്ങുന്നത് കർഷകർക്ക് തിരിച്ചടിയാവുന്നു. ഒരു റിപ്പോർട്ട്. കുട്ടനാട്ടിൽ ഏകദേശം 10,000-ഓളം ഏക്കർ സ്ഥലത്ത് പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. പ്രധാനമായും കൃഷി ചെയ്യുന്ന പയർ, പാവൽ, പടവലം, ചീര, കപ്പ തുടങ്ങിയ ഇനങ്ങളാണ്. വേനൽ കടുത്തതോടെ ജലനിരപ്പ് താഴ്ന്നതും മഴയുടെ ലഭ്യതക്കുറവും മൂലം പച്ചക്കറികൾ കരിഞ്ഞു ഉണങ്ങുകയാണ്. പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് മിക്ക കർഷകരും കൃഷി ഇറക്കിയത്. കൂടാതെ പന്തൽ കെട്ടാനും വളത്തിനും മറ്റുമായി 10,000-ങ്ങളാണ് ഓരോ കർഷകനും മുതൽ മുടക്കിയത്. എന്നാൽ അപ്രതീക്ഷിതമായി വേനൽച്ചൂട് ഉയരുന്നത് മൂലം വിളകൾ കരിഞ്ഞുണങ്ങുന്നതും കായ്ഫലം കുറഞ്ഞതും കർഷകർക്ക് തിരിച്ചടിയായി. അന്യസംസ്ഥാന പച്ചക്കറികളെ ആശ്രയിക്കുന്ന കേരളത്തിൽ ഒരു പരിധിവരെയെങ്കിലും കീടനാശിനികളുടെ അമിതപ്രയോഗമില്ലാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച കർഷകർ ഇന്ന് കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലാണ്. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ആവശ്യമായ സഹായം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇനി ചരമ വാർത്തകൾ. മങ്കൊമ്പ് തെക്കേക്കര മുടന്താഞ്ഞിലിൽ ത്രേസ്യാമ്മ തോമസ് നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. പച്ച ചെക്കിടിക്കാട് കാടാത്തുകുളം ഏലിക്കുട്ടി തോമസ് നിര്യാതയായി. 102 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 2-ന് പച്ച ചെക്കിടിക്കാട് ലൂർദ് മാതാ ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജലഗതാഗത വകുപ്പിന്റെ യാത്രാ ബോട്ടുകൾ അധികൃതരുടെ അനാസ്ഥയിൽ നശിക്കുന്നു. അവകാശവാദങ്ങൾ മാത്രം ബാക്കി, എങ്ങുമെത്താതെ കുട്ടനാട് പാക്കേജ്. ദൈവപുത്രന്റെ മഹത്വം വിളിച്ചോതി ഞായറാഴ്ച ഈസ്റ്റർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.